തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷന് ഭരണത്തിലെ വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്ക് കളമൊരുങ്ങുന്നു. ഭരണസ്തംഭനവും കൗൺസിലർമാര് തമ്മിലുള്ള നിരന്തരമായ സംഘർഷങ്ങളും ചൂണ്ടിക്കാട്ടി യുഡിഎഫ് അവിശ്വാസപ്രമേയത്തിന് ഒരുങ്ങുമ്പോൾ കോർപ്പറേഷന്റെ ഭരണം വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നിലവില് 101 അംഗ കൗൺസിലില് 50 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ബിജെപി അധികാരത്തിലിരിക്കുന്നത്. എന്നാല് സുഗമമായ ഭരണത്തിന് വേണ്ട ഭൂരിപക്ഷം നിലനിർത്താന് ഇപ്പോൾ ബിജെപി പാടുപെടുകയാണ്. ബിജെപി ഭരണത്തെ ആശങ്കയിലാക്കുന്നത് വാഴോട്ടുകോണം കൗൺസിലര് ആര് സുഗതന്റെ അസാന്നിധ്യമാണ്. കാപ്പ കേസില് ജയിലിലായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാന് സാധിച്ചിട്ടില്ല. ഇതോടെ സഭയിലെ അംഗബലം 100 ചുരുങ്ങി. ബിജെപിക്ക് സ്വന്തമായി 49 അംഗങ്ങളാണുള്ളത്. ഒരു സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണയോടെയാണ് അവര് 50 എന്ന മാന്ത്രിക സംഖ്യയില് എത്തിനിൽക്കുന്നത്. എന്നാല് അവിശ്വാസപ്രമേയം വന്നാല് ഈ സ്വതന്ത്രന്റെ നിലപാട് ബിജെപിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യും. ബിജെപി ഭരണത്തെ താഴെയിറക്കാന് എൽഡിഎഫും യുഡിഎഫും കൈകോർക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളില് ഇപ്പോൾ നടക്കുന്ന പ്രധാന ചർച്ച. പ്രതിപക്ഷത്തെ 29 സീറ്റുകളുള്ള എൽഡിഎഫും 20 സീറ്റുകളുള്ള യുഡിഎഫും മറ്റൊരു സ്വതന്ത്രനും ചേർന്ന് വോട്ട് ചെയ്താല് ഭരണപക്ഷത്തിനെതിരെ 50 വോട്ടുകള് സമാഹരിക്കാനാകും. ഇവർക്കൊപ്പം ബിജെപി പക്ഷത്തുള്ള സ്വതന്ത്രനായ പാറ്റൂര് രാധാകൃഷ്ണനും കൂടുമാറിയാല് അത് അട്ടിമറിയാകും. ഇത് ബിജെപി ഭരണത്തിന്റെ അന്ത്യം കുറിക്കും. എന്നാല് പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസും സിപിഎമ്മും ഇത്തരമൊരു തീരുമാനത്തിൽ ഒന്നിക്കുമോ എന്നത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമാണ്. അതേസമയം ഓപ്പറേഷനിൽ ലോട്ടസ് മാതൃകയിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങള് തലസ്ഥാനത്തും പ്രതീക്ഷിക്കാമെന്ന് നിരീക്ഷകര് കരുതുന്നു. അവിശ്വാസപ്രമേയത്തെ അതിജീവിക്കാന് ബിജെപി നേതൃത്വം തന്ത്രങ്ങള് മെനയുന്നുണ്ട്. തങ്ങളുടെ പിന്തുണയിലുള്ള സ്വതന്ത്ര കൗൺസിലര് കൂടുമാറില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബിജെപി നേതൃത്വം. എന്നാല് കോർപ്പറേഷനിലെ സമീപകാല സംഭവ വികാസങ്ങള് അത്ര ശുഭകരമല്ല. പാറ്റൂര് രാധാകൃഷ്ണന് എന്ന സ്വതന്ത്ര കൗൺസിലറുടെ നിലപാടിവിടെ നിർണായകമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. രാധാകൃഷ്ണനെ മേയറാക്കാമെന്ന ഓഫർ നൽകിക്കൂടെ നിർത്താന് കോൺഗ്രസ് കേന്ദ്രങ്ങള് ശ്രമം നടത്തുന്നുണ്ട്. ഇതിന് സിപിഎം പിന്തുണ നൽകുമോ എന്നതും കോർപ്പറേഷന് ഭരണത്തിന്റെ ഗതി തീരുമാനിക്കും. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തില് ഇവര് കൈകോർക്കാന് തയ്യാറായിരുന്നില്ല. സത്യപ്രതിജ്ഞാ വിവാദത്തെ തുടർന്നുണ്ടായ സംഘർഷത്തില് മേയര് വി രാജേഷിനും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ അടക്കം കേസുകള് രജിസ്റ്റർ ചെയ്തത് ഭരണപക്ഷത്തെ വലിയ പ്രതിരോധത്തിലാക്കി. എൽഡിഎഫ് കൗൺസിലര് സിന്ധു ശശിയുടെ പരാതിയില് മേയർക്കെതിരെയും ബിജെപി കൗൺസിലര് ശ്രുതിയുടെ പരാതിയില് എൽഡിഎഫ് നേതാക്കൾക്കെതിരെയും കേസുകള് നിലവിലുണ്ട്. വിഴിഞ്ഞം ഹാർബർ വാർഡിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിലെ ക്രമക്കേടുകളും സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ അപാകതകളും മേയർക്കെതിരെ പ്രതിപക്ഷം ആയുധമാക്കുന്നു. ഭരണപരമായ വീഴ്ചകള് അക്കമിട്ട് നിരത്തിയാണ് അവിശ്വാസപ്രമേയത്തിലേക്ക് യുഡിഎഫ് നീങ്ങുന്നത്. ഇതിനെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തില് ബിജെപി ക്യാമ്പ് ആശയക്കുഴപ്പത്തിലാണ്. ഒരു വശത്ത് വി രാജേഷ് ഒരു ജനകീയ മേയർ എന്ന പ്രതിച്ഛായ നേടിയെടുത്തിട്ടുണ്ട്. എന്നാല് രാജേഷ് ഭരണം തുടരുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് സിപിഎമ്മും കോൺഗ്രസും ഒരുപോലെ കരുതുന്നു. ഇതാണ് അവിശ്വാസ നീക്കത്തിന് പിന്നിലെ പ്രധാന പ്രേരണ. പ്രതിസന്ധികൾക്കിടയിലും ഭരണം നിലനിർത്താന് ബിജെപി സർവ്വസന്നാഹങ്ങളും ഉപയോഗിക്കും. തിങ്കളാഴ്ച നടക്കുന്ന കൗൺസില് യോഗത്തില് എന്തും സംഭവിക്കാം. കോർപ്പറേഷന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന ഒരു ദിനമായിരിക്കും അത്. സ്വതന്ത്ര കൗൺസിലർമാരുടെ നിലപാട് ബിജെപി ഭരണത്തിന്റെ ആയുസ് നിശ്ചയിക്കും. കൂറുമാറ്റം നടന്നാല് മേയര് വി രാജേഷിന് കസേര തെറിക്കും. അവിശ്വാസപ്രമേയം വന്നാല് ബിജെപിക്ക് ഭരണം കൈവിട്ടുപോകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളില് തലസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് സാധ്യത. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനില് ഇപ്പോൾ അനിശ്ചിതത്വത്തിന്റെ കരിനിഴല് വീണുകഴിഞ്ഞു.